മനീഷ ഹരിലാൽ. ഇന്നത്തെ വ്ളോഗ് ഞാനും അമ്മയും കൂടെ ഉത്സവത്തിന് പോകുന്ന വ്ളോഗാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ കോട്ടക്കടവ് നിറങ്കൈതക്കോട്ട പറഞ്ഞൊരു അമ്പലമുണ്ട്, അവിടെയാണ് ഉത്സവം. അപ്പോൾ ഞങ്ങൾ പോയ ഓരോ വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നിറങ്കൈതക്കോട്ട ഉത്സവം ഞങ്ങളുടെ നാടിൻ്റെ ഉത്സവമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഹരിയൻ്റെ വീട്ടിൽ നിന്ന് തലേ ദിവസം തന്നെ ഉത്സവം കൂടാൻ എത്തിയതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത്. ഏകദേശം 10 മണിയായി കാണും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഞങ്ങൾ നേരെ പോയത് മേക്കോട്ടയിലേക്കാണ്. ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് പൂമൂടൽ പൂജ നടക്കുകയായതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് തൊഴാൻ നടയിൽ കയറിയത്. എൻ്റെ അമ്മയ്ക്ക് ഈ ഒരു അമ്പലത്തിൽ പോവുക, ഉത്സവത്തിന് പോവുക, അതേപോലെ തന്നെ പ്രസാദൂട്ട് കഴിക്കുക, പിന്നെ കുറച്ച് നേരം പരിപാടി കാണുക, അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അമ്മ നേരത്തെ പറയാറുണ്ട് പെട്ടെന്ന് തന്നെ വരണം, നമുക്ക് ഈ ഉത്സവത്തിന് പോകണം എന്നൊക്കെ. ഞങ്ങൾ വന്നില്ലെങ്കിൽ അമ്മ പോവാതിരിക്കൊന്നുമില്ല കേട്ടോ. അമ്മയ്ക്കൊരു സെറ്റ് ഓഫ് ഗ്യാങ് തന്നെ ഉണ്ട് അവിടെ. തൊഴലൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പ്രസാദൂട്ട് കഴിക്കാൻ പോവാണ്. ഞാനാണെങ്കിലും അമ്മയാണെങ്കിലും അന്ന് ആദ്യമായിട്ടാണ് കോട്ടയിൽ ഉത്സവത്തിന് പോയിട്ട് പ്രസാദൂട്ട് കഴിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഞങ്ങൾക്ക് രണ്ടാക്കുണ്ട്. 11:30 ആവുമ്പോഴാണ് പ്രസാദൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ഏകദേശം 11 മണി ആയപ്പോൾ തന്നെ ഞങ്ങൾ പ്രസാദൂട്ടിൻ്റെ ക്യൂവിൽ നിന്ന്, നല്ല വലിയ ക്യൂ ആയിരുന്നു, പക്ഷേ സുഖമായിട്ട് ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റി. നല്ല ഭക്ഷണമായിരുന്നു. ഇങ്ങനെ പ്രസാദൂട്ടിനൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കമ്പനി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം പോണത് അറിയേയില്ല. ഞങ്ങൾ നാട്ടിലുള്ള അമ്പലമായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏത് വഴിക്ക് തിരിഞ്ഞാലും നമുക്ക് അറിയുന്നവർ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഏകദേശം അമ്പലത്തിൽ നിന്ന് താഴെ എത്തുന്നവരെ ഞങ്ങൾക്ക് സംസാരിക്കാനും കൂടെ കമ്പനിക്കൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ ക്യാൻഡിക്ക് ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിയ ടോയ് കൊടുക്കുന്ന രംഗമാണ്. അമ്മയ്ക്ക് പൊതുവേ ഉത്സവപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്യാൻഡിക്ക് എന്തെങ്കിലും വാങ്ങണം നിർബന്ധം. അങ്ങനെ വാങ്ങിയ 2 ടോയാണിത്. ക്യാൻഡി ആണെങ്കിൽ ചെറിയ കുട്ടികളെ പോലെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ടോയൊക്കെ കാണുമ്പോൾ. ഒരു ടോയ് ഉണ്ടായിരുന്നു ഇങ്ങനെ വീലൊക്കെ ഉള്ള ടോയ്. ആ ടോയ് ആണെങ്കിൽ ആദ്യം ഭയങ്കര പേടിയായിരുന്നു, പക്ഷേ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും ആയില്ല. പക്ഷെ രണ്ടാമതൊരു ആനക്കുട്ടീൻ്റെ ടോയ് ഉണ്ടായിരുന്നു. ആ ആനക്കുട്ടീൻ്റെ ടോയ് ആണെങ്കിൽ ഭയങ്കര ഡിയറായി കൊണ്ടു നടക്കുന്നുണ്ട് ഇപ്പോഴും. അന്ന് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാതെ നിന്ന സമയത്ത് ഈ ടോയ് കൊടുത്തിട്ട് അതായിട്ട് കളിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഭക്ഷണം എടുത്ത് വെച്ച് ഇത് ടോയ് എടുത്ത് വലിച്ചു തരുന്ന സമയത്ത് അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല. അത്രയും ഇഷ്ടമായിട്ട് കൊണ്ടു നടക്കുകയായിരുന്നു ആ ടോയിനെ. കോട്ടയിലെ 7 മണിത്തെ വെടിക്കെട്ടിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വിഷ്വൽ ഞങ്ങളെ വീട്ടിലെ മുകളിൽ ടെറസിൽ അമ്മ ഉണ്ടാക്കിയ കുറച്ച് പച്ചക്കറീൻ്റെ തോട്ടാണ്. അതിൽ കുറ്റിക്കുരുമുളകും ഉണ്ട്, അതേപോലെ അലോവേര പ്ലാന്റും ഉണ്ട്. അത് പിന്നെ ആദ്യമുള്ളതാണ്. പിന്നെ പച്ചക്കറിയൊക്കെ ഇപ്പോൾ എടുത്ത് അമ്മ ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അമ്മയ്ക്ക് ഇതിൽ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ അമ്മ ആഴ്ചയിൽ കൃഷിഭവനിൽ പോയിട്ട് ഓരോ വിത്തുകളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് പരീക്ഷണമാണ് ഇപ്പോൾ അതിൽ. ഇന്ന് ഞങ്ങളെ വീട്ടിൽ അരിപ്പായസം ഉണ്ടാക്കുന്നുണ്ട് രാത്രി. പിന്നെ മെയിൻ ഡിഷായിട്ട് കടുക്ക ബിരിയാണിയാണ് ഇന്ന് രാത്രി. അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കുകയാണ്. മെയിൻ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് ഞങ്ങൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി ഇത്ര മിക്സിയിൽ അടിച്ചിട്ട് അത് ഇതിൽ ആഡ് ചെയ്തിട്ട് വഴറ്റുകയാണ്. അതിലേക്ക് ഉള്ളി ആഡ് ചെയ്യാണ്. ഉള്ളി കുറച്ച് മിക്സിയിലും അടിക്കും, കുറച്ച് ഇതിലും ആഡ് ചെയ്യും. പിന്നെ ഉള്ളി നല്ല വാടി വന്ന ശേഷം തക്കാളി ആഡ് ചെയ്യുക. തക്കാളി നല്ല വെന്ത് ഉള്ളിയിലേക്ക് ചേർന്ന ശേഷം മാത്രം മസാലകളൊക്കെ ആഡ് ചെയ്യുക. മസാലാസൊക്കെ ആഡ് ചെയ്ത ശേഷം നല്ല ക്ലീനാക്കി വെച്ച കടുക് അതിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിൽ കുക്ക് ചെയ്യുക. നല്ല കുക്ക് ചെയ്യണം, കാരണം ചിലവർക്ക് ഇത് വയറുവേദന ഉണ്ടാവും. നല്ല കുക്കായി കഴിഞ്ഞ് നല്ല ഗ്രേവി നല്ല ഡ്രൈ ആക്കി എടുക്കാം. ലാസ്റ്റിലേക്ക് മല്ലിച്ചപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ റൈസ് കുക്ക് ചെയ്യുക. പിന്നെ എല്ലാതും കൂടി സെറ്റ് ചെയ്താൽ നല്ല സ്വാദിഷ്ടമായ കടുക്ക ബിരിയാണി റെഡി. ഇന്ന് ഞങ്ങൾ അമ്മമ്മേൻ്റെ ശാരദ ആയതുകൊണ്ട് ഞങ്ങൾ വെച്ച് കൊടുത്തിരുന്നു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. ഇനി നിങ്ങൾ കാണാൻ പോലെ രാവിലത്തെ വെടിക്കെട്ടിൻ്റെ വിഷ്വലാണ്.
ഇതൊക്കെയാണ് ഞങ്ങളെ ഉത്സവ വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓൾസോ ഡു കമൻറ്റ്. ഓക്കെ, ബൈ.